അള്ളാഹുവിൻ്റെ എല്ലാ അടിമകൾക്കും അള്ളാഹു റഹ്മത്തെ നൽകുള്ളൂ. കാരണം ഉറപ്പല്ലേ, നമ്മൾ എന്തെല്ലാം വേണ്ടാത്തരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ട്. അള്ളാഹ് ഹറാമാക്കിയ പലതും നമ്മൾ എന്താവുന്നുണ്ട്, ഹലാല് പോലെ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. അതൊന്നൊരു വിഷയമല്ല എന്ന് കരുതി ചില ഹറാമുകൾ, തെറ്റുകൾ, വേണ്ടാത്തരങ്ങൾ, തിന്മകൾ, തോന്നിവാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ട്. അള്ളാഹ് ഹറാമാക്കിയത് അങ്ങനെയൊക്കെ ചെയ്തിട്ടും അള്ളാഹു നമുക്ക് തരുന്ന ഫുഡ് നിർത്തിവെച്ചോ? നമുക്ക് ഓരോ മിനിറ്റിലും എത്ര ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട്, അള്ളാഹു സ്റ്റോപ്പാക്കിയോ? ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ പോള എത്ര തവണ ചിമ്മി തുറക്കുന്നുണ്ട്, അള്ളാഹു അത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റില്ല, അത് നിന്നോ? ഇല്ല. നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റ്സ് എത്ര തവണ എന്താവുന്നതൊക്കെ കണക്കുകളുണ്ട്. ശാസ്ത്രത്തിൽ ഇതിനൊക്കെ കണക്കുകളുണ്ട്. ഒരു മണിക്കൂറിൽ, 24 മണിക്കൂറിൽ എത്ര തവണ ഇതെന്താവുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു നിമിഷം ജസ്റ്റ് ഒന്ന് സ്റ്റക്കായാൽ അതാണ് ഹാർട്ട് അറ്റാക്ക് വരികയാണ്. അപ്പോൾ അതിശക്തമായ വേദന വരാൻ. ഇതൊന്നും അള്ളാഹ് പിടിച്ചു വെച്ചില്ല. അവിടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ ഓക്സിജൻ തരുന്നതിന് എത്ര ആയിരം ഉറുപ്പ്യ നമ്മൾ ICU കിടക്കുന്നതിനും വെന്റിലേറ്ററിൽ കിടക്കുന്നതിനും കൊടുക്കണം. പക്ഷെ ഇതൊക്കെ ഫ്രീ ആയിട്ട് അള്ളാഹ് ഇങ്ങനെ തരില്ലേ. അത് അള്ളാഹു റഹ്മാനും റഹീം. അള്ളാഹ് അത്രയും വലിയ, അത് ആ അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ് ഞാൻ വേദനിപ്പിക്കുന്നത്, വിഷമിപ്പിക്കുന്നത്. അത് അള്ളാഹ് ഇഷ്ടമില്ല. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഒരാളെയും കളിയാക്കാൻ പാടില്ല. ومعنى السخرية الاستهانة والتحقير والتنبيه على العيوب والنقائص على وجه يضحك منه. എന്താണ് ഈ കളിയാക്കുക എന്ന് പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ പരിഹസിക്കുക എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അൽ ഇസ്തിഹാനത്തു വതഹ്കീറു വതംബീഹ്, അത് ആളുകളെ എന്താക്കലാണ്? പരിഹസിക്കലാണ്, നിസ്സാരവൽക്കരിക്കലാണ്, കളിയാക്കലാണ്. വതംബീഹു അലൽ ഉയൂബ്, അവൻ്റെ വന്നഖായിസ്, അവൻ്റെ പോരായ്മകൾ, അവൻ്റെ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ, അത്തരം സംഗതികളൊക്കെ ഉണർത്തിക്കൊണ്ടുവരിക. അലാ വജ്ഹിൻ യുദ്ഹക്കു മിൻഹു, ചിരിക്കത്തക്ക വണ്ണം. അതുകൊണ്ട് പറയുമ്പോൾ നമ്മൾ അവൻ്റെ ഒരു ഉള്ളിലുണ്ടായ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവൻ്റെ ഒരു അയ്ബ്, അവൻ്റെ ഒരു മോശത്തരം, അല്ലെങ്കിൽ അവൻ്റെ ഒരു പോരായ്മ, അത് സമൂഹത്തിൽ ഇങ്ങോട്ട് എടുത്ത് പറയും, ആളുകളുടെ ഇടയിലിട്ട് പറയുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ട് ചിരിക്കും. അങ്ങനെ ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവൻ്റെ പോരായ്മകളും കുറ്റങ്ങളും എടുത്ത് പറയാം. ഇതൊക്കെയാണ് ഈ കളിയാക്കുക എന്ന് പറഞ്ഞാൽ, പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് ഗസാലിമാ നമുക്ക് പഠിപ്പിച്ചു തരാം. വളരെ യാഥാർത്ഥ്യമല്ലേ? ആളുകളെ ഇടയിലിട്ടിട്ട് നമ്മൾ കളിയാക്കുമ്പോൾ എല്ലാവരും ചിരിക്കുമ്പോൾ നമുക്ക് രസമാണ്. പക്ഷേ അയാൾക്ക് ഉള്ള വേദന നമ്മൾ ആരും ശ്രദ്ധിക്കില്ല.